യുകെയിൽ ജനസംഖ്യ വിസ്ഫോടനത്തിന് സമാനമായ രീതിയിൽ കുടിയേറ്റം വർദ്ധിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ മതിയായി വികസിക്കാത്തതും നിയമങ്ങൾ മാറ്റിയതും ജീവിതം ദുരിതപൂർണമാക്കുകയാണെന്നാണ് അവിടുന്ന് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഏതൊരു കാലത്തും ഉണ്ടായിരുന്നതിനേക്കാൾ വലുതാണ് ഇപ്പോൾ ലണ്ടൻ നഗരത്തിലെ ജനസംഖ്യയെന്ന് അടുത്തിടെ നടത്തിയ ഒരു പഠന റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരുന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ ഇതിലൂടെ വരാൻ സാധ്യതയേറെയാണ്. കോവിഡ് കാലത്ത് നഗരം വിട്ടു പോയവർ തിരികെ എത്തിയതോടെ ലണ്ടനിലെ ജനസംഖ്യ എക്കാലത്തെയും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുകയാണെന്നാണ് ഒരു പഠനം വെളിപ്പെടുത്തിയത്. സർക്കാരിൻ്റെ പിടിപ്പുകേടുകൊണ്ട് കുറ്റകൃത്യങ്ങൾ പെരുകുന്നു, നികുതികൾ വർദ്ധിക്കുന്നു, സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്ന ഹൗസിംഗ് സൗകര്യങ്ങൾ ലഭ്യമല്ലാതായിരിക്കുന്നു. എങ്കിലും ഇപ്പോഴും സമ്പന്നരായ അന്താരാഷ്ട്ര കുടിയേറ്റക്കാർ തലസ്ഥാന നഗരിയിൽ ഒട്ടിനിൽക്കുന്നു. അത്തരക്കാർക്ക് ലണ്ടനിലെ ചെലവുകൾ താങ്ങാൻ കഴിയും. എന്നാൽ ഒരു താഴ്ന്ന വരുമാനക്കാരനോ ഒരു ചെറുകിട വ്യാപാരിയോ ആണെങ്കിൽ അതിജീവനം ക്ലേശകരമാകും. 2019 പകുതിക്കും 2021 പകുതിക്കും ഇടയിലായി ലണ്ടനിലെ ജനസംഖ്യയിൽ 75,500 പേരുടെ കുറവുണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം ജനസംഖ്യയിൽ 66,000 പേരുടെ വർധനവുണ്ടായതായും ഒരു റിപ്പോർട്ടിൽ പറയുന്നു. പിന്നീട് ജനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. 2022 ജൂണിലെ കണക്കനുസരിച്ച് പ്രാഥമിക നഗരമേഖലയിൽ മാത്രം 10.1 ദശലക്ഷം പേരാണ് താമസിക്കുന്നത്. ലണ്ടനിലെ കോംഡാൻ, ടവർ ഹാംലെറ്റ് പോലുള്ള ഇന്നർ ബറോകളിൽ കോവിഡ് പൂർവ്വകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശരാശരിയേക്കാൾ കൂടുതലായി ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് താമസ സൗകര്യങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഫലമായി വീട് വാടകയിൽ കുത്തനെ വർധനവ് ഉണ്ടാവുകയും ചെയ്തു. ഇതെല്ലാം ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ബാധിക്കും.